വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, മണക്കോട് നിന്നുള്ള രാധാകൃഷ്ണനും സത്യയ്ക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി നാളെയാണല്ലോ കർത്താവെ. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഇൻ അഡ്വാൻസ്. കർത്താവെ, മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. MBA വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ, ഒരു സ്വന്തം ഭവനമുണ്ടാകാൻ കർത്താവ് ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ചെന്നൈയിൽ നിന്നുള്ള വെൽവിഷക്കായി പ്രാർത്ഥിക്കുന്നു. തനിക്ക് പെർമനൻ്റായി ജോലി ലഭിക്കുവാൻ, മാത്രമല്ല മകൻ്റെ പെരുമാറ്റത്തിലെ ബിഹേവിയറൽ പ്രോബ്ലംസ്, ഇഷ്യൂസ് പൂർണ്ണമായും മാറിപ്പോകാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്പൂരിയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. മകനും മകൾക്കും വിവാഹം നല്ല രീതിയിൽ നടക്കാൻ അങ്ങ് സഹായിക്കണമേ. എല്ലാ സാമ്പത്തികമായ ബാധ്യതകളിൽ നിന്നും കർത്താവേ അങ്ങ് വിടുതൽ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. തിരുവനന്തപുരത്ത് നിന്നുള്ള വെൽവിഷർക്കായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രണ്ടാമത്തെ മകൾക്ക് ഫിറ്റ്സിൽ നിന്നും പരിപൂർണ സൗഖ്യം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൻ്റെയും മകളുടെയും വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അബുദാബിയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മകളുടെ വിവാഹം നടക്കേണ്ടതിന്, മകൻ്റെ വിദ്യാഭ്യാസത്തിനായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേയുടെ ഓരോ സ്പോൺസറേയും ലോകം എമ്പാടുമുള്ള ദശലക്ഷങ്ങൾ ചേർന്ന് ഞങ്ങൾ ഈ സമയത്ത് അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. Brother Damien ministering in USA. Festival of Blessing, Santiago. September 11th, Friday, 7:30 p.m. September 12th, Saturday, 10:30 a.m. and 6:30 p.m. September 13th, Sunday, 11 a.m. India Christian Fellowship, Santiago. 13501 Community Road, Poway, California, 92064. Call 562-8240-137. New York Blessing Festival. September 19th, Saturday, 6 p.m. St. Paul's International Lutheran Church, 26222 Union Turnpike, Floral Park, Queens, New York, 11004. Call 917-855-2024. Jesus Christ Exalted, Philadelphia. September 20th, Sunday, 6:30 p.m. New Life Community Church, 2680 Huntington Pike, Huntington Valley, Pennsylvania, 19006. Call 21568-03572. വർഷമായിട്ട് സോറിയാസിസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. 13 വർഷം തുടങ്ങി. അതിനുശേഷം അത് ഓരോ ദിവസം ചെല്ലുന്തോറും അത് കൂടി കഴിഞ്ഞ ഒരു വർഷമായിട്ട് തനിക്ക് ജോലിക്ക് പോകാൻ കഴിയില്ലായിരുന്നു. അതിന് കാരണമുണ്ട്. ഈ സോറിയാസിസിൻ്റെ അസുഖം കൂടി താൻ പറയുന്നത്, രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും താൻ കിടക്കുന്ന സ്ഥലം മുഴുവൻ ഇതിൻ്റെ പൊറ്റ ഇങ്ങനെ ചെതുമ്പൽ പോലെ വീണിട്ട് ഫുള്ള് ഇങ്ങനെ നിറഞ്ഞിരിക്കും. പതുക്കെ തൻ്റെ കൈയെല്ലാം ജാമാകാൻ തുടങ്ങി. കൈ അനക്കാൻ പറ്റാതെയായി. തനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല. നീരും അതുപോലെ ഈ സോറിയാസിസിൻ്റെ ഫുൾ ഇങ്ങനെ പൊറ്റ പോലെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് തനിക്ക് എഴുന്നേറ്റ് നിന്നാൽ താൻ വീണുപോകും. ആ ഒരു അവസ്ഥയിൽ നിന്ന് താൻ മുഴുവനും കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് താൻ മാറി. തൻ്റെ മനസ്സിൽ താൻ ചിന്തിച്ചത്, ഇതോടുകൂടെ ഞാൻ ഈ ഒരു കണ്ടീഷനിൽ എൻ്റെ ജീവിതം തീരും എന്നൊരു ചിന്തയിലായിരുന്നു താൻ കഴിഞ്ഞ കുറേ അധികം നാളുകൾ താൻ ജീവിച്ചത്. അദ്ദേഹം പറയുന്നത്, ഈ ഒരു അസുഖം മൂർച്ഛിച്ച് കഴിയുമ്പോൾ തൻ്റെ മുഖത്ത് മുഴുവനായിട്ട് ഇത് വന്നു കഴിഞ്ഞിട്ട് ചൊറിഞ്ഞ് മുഖത്ത് നിന്ന് ബ്ലഡ് ഒലിച്ചൊലിച്ച് ഇറങ്ങാൻ തുടങ്ങും. അതുപോലെ ചൊറിയാതിരിക്കാനും പറ്റില്ല. അതുപോലെ കടുത്ത രീതിയിലാണ് തനിക്ക് സോറിയാസിസ് വന്നത്. കഴിഞ്ഞ ജൂലൈ മാസത്തിന് കുറച്ച് മുൻപാണ് ഈ തൻ്റെ അടുത്ത് നിൽക്കുന്ന തൻ്റെ സുഹൃത്ത് തന്നോട് വന്നിട്ട് പറഞ്ഞു,
താൻ 1-2 തവണ TV പ്രോഗ്രാമിലൂടെ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം താൻ സ്ഥിരം കാണുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു സോറിയാസിസ് എന്ന് പറയുന്ന അസുഖം ഇങ്ങനെ മാറുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നു, സൗഖ്യമാക്കും എന്നൊക്കെ താൻ കേട്ടിട്ട് താൻ ഈ സുഹൃത്തിനോട്, രതീഷ് ബത്തനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു TV പ്രോഗ്രാം ഉണ്ട്, അത് കണ്ട് നീ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. രാവിലെ എഴുന്നേൽക്കാൻ തനിക്ക് കഴിയില്ല. തൻ്റെ ഭാര്യയും മകനും കൂടെ ചേർന്ന് തന്നെ പൊക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടാണ് TV പ്രോഗ്രാം കാണാൻ വേണ്ടി TV-യുടെ മുൻപിൽ കസേരയിൽ ഇരുത്തുന്നത്. 7 മണിക്ക് താൻ കാണുന്ന അന്ന് മുതൽ താൻ അത് കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് ചെയ്തൊരു വലിയൊരു അത്ഭുതം, താൻ ആദ്യമായിട്ട് ഇത് കാണാൻ തുടങ്ങിയ അന്നു മുതൽ തൻ്റെ ജീവിതത്തിൽ വ്യത്യാസം വരാൻ തുടങ്ങി. മൊബൈൽ പോലും കയ്യിൽ പിടിക്കാൻ പറ്റില്ല. ഭക്ഷണം ഭാര്യ വാരി കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് ആ അവസ്ഥയിൽ നിന്ന് 90% സൗഖ്യം കൊടുത്തു. തൻ്റെ മുഖത്തുണ്ടായിരുന്ന പാടുകൾ മുഴുവനായി, ഇപ്പൊ നോക്കിയാലറിയാം, കുറച്ച് പാടുകൾ മാത്രമേ ഉള്ളൂ, അത് പൂർണ്ണമായും കർത്താവ് മുഖത്തുനിന്ന് സൗഖ്യമാക്കി. കഴിഞ്ഞ 1 വർഷമായിട്ട് താൻ ജോലിക്ക് പോയിട്ടില്ല. തൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരു സൗഖ്യം കൊടുത്തു. കർത്താൻ ഇന്ന് ആരോഗ്യത്തോടെ ഇവിടെ നിൽക്കുമ്പോൾ, ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം ഓരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓരോ ദിവസവും തൻ്റെ ജീവിതത്തിൽ വന്ന വ്യത്യാസങ്ങളാണ്. തൻ്റെ കൈകൾ നോക്കിയാൽ അറിയാം, അവിടെ അന്നത്തെ പോലെ ആ പാടുകളൊന്നുമില്ല. അതെല്ലാം കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. കൈകൾ അടിച്ച് കർത്താവിനെ, എനിക്ക് തോന്നുന്നു ഇത് കേട്ടിട്ട് എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ എഴുന്നേറ്റ് നിന്ന് തലയ്ക്ക് മുകളിൽ ആ കൈകൾ ചേർത്തടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? എത്ര നാളായിട്ട് ഈ പ്രശ്നം ഉണ്ടായിരുന്നു? ഇതിപ്പോ 1 വർഷം കൊണ്ട് ക്രോണിക് ആയിപ്പോയി, എണീക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ എണീക്കുന്നു. എന്ന് വെച്ചാൽ ആ ഒരു കണ്ടീഷനായിപ്പോയി. പല ഫ്രണ്ട്സും കമ്പനിയിൽ നിന്നും വരും, ഫ്രണ്ട്സ് വരും, അവർക്ക് എന്നോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. എന്ന് വെച്ചാൽ അവരൊരിക്കലും എന്നെ ഈ ഒരു കണ്ടീഷനിൽ കാണുന്നില്ല. എന്ന് വെച്ചാൽ അവരുടെ പിക്ചറിൽ ഒരിക്കലും അവർ പെട്ടെന്ന് വന്ന് കണ്ടിട്ട് ഈ ഒരു അവസ്ഥ കണ്ടിട്ട് അവർ ഞെട്ടിപ്പോണ്. എന്നിട്ട് അവർ പുറത്ത് പോയിട്ട് ഫോൺ ചെയ്തിട്ട് പറയും, നിന്നോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് ഒരിക്കലും നിന്നെ ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു അവസ്ഥയിൽ കാണാൻ പറ്റാത്തൊരവസ്ഥയായി പോയില്ല. ഈ സുഹൃത്തിൻ്റെ അവരുടെ ഫാമിലി എന്നെ വിളിച്ച് പറഞ്ഞു, അവരെന്നെ കാണാൻ വന്നു. അവർ പറഞ്ഞു ഇങ്ങനെ ബ്ലെസ്സിങ് ടുഡേയിൽ ഇങ്ങനെ പ്രോഗ്രാം നടക്കുന്നുണ്ട്, നീ ഡെയിലി ഒന്ന് കാണണം, ഒന്ന് കൈ ഉയർത്താൻ. എൻ്റെ കൈ പോലും തുറക്കില്ല ഈ കണ്ടീഷനിൽ നിന്നുകൊണ്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു. ദൈവമേ എന്നെ ഈ കൈ തുറക്കാൻ സാധ്യമല്ല, തുറക്കാൻ പറ്റില്ലായിരുന്നു. ഇത്രയും തുറക്കാൻ പറ്റില്ലായിരുന്നു, ഇങ്ങനെ ക്ലോസ് ആയിപ്പോയി. ആ പ്രാർത്ഥനയുടെ ശേഷം എന്താണ് വന്ന വ്യത്യാസങ്ങൾ? ഓരോ ദിവസങ്ങളും ഓരോ ദിവസമായിട്ട് ഇങ്ങനെ കൈ ഓപ്പണായി കൈ ആദ്യമേ ഓപ്പണായി കൊണ്ടിരുന്നു. ഇത്രയായിട്ട് എന്നിട്ട് നഖത്തിനടക്കം ബാധിച്ചിട്ടുണ്ട്. നഖം കാണുമ്പോൾ ഇവിടെ അടുത്ത് നിന്ന് നോക്കിയാൽ കാണാം, നഖം എല്ലാം നമ്മുടേതുപോലുള്ള സാധാരണ നഖമല്ല ഇദ്ദേഹത്തിന്റെ, വളരെ വ്യത്യാസമുണ്ട്. ഈ നഖമൊക്കെ ഇതായി പോയി, ചീത്തയായി പോയതാണ് ഈ അസുഖം കാരണം. ഇതിപ്പം ശരിയായി വരുന്നുള്ളൂ, അടിയിൽ നിന്ന് ശരിയായി അടിയുന്ന നമ്മുടേതുപോലുള്ള നഖമല്ല ഇതിപ്പോൾ ഇദ്ദേഹത്തിന്റെ. വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ അടുത്ത് ശരീരത്തെ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാകുന്നുണ്ട്. അയ്യോ, കർത്താവ് ഇത്രത്തോളം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. Brother Damien ministering in UAE. Sharjah Blessing Festival, September 23rd, 2015, Wednesday. Time 7 p.m. to 10 p.m. St. Martin's Anglican Church Hall, Sharjah. Dubai Blessing Festival, September 24th, 2015, Thursday. Time 7 p.m. to 10 p.m. Wide Range Restaurant, Basement Party Hall, near Karama Metro Station, Dubai. Al Nahda Blessing Festival, September 25th, 2015, Friday. Time 5 p.m. to 7 p.m. near Al Mulla Plaza. Office entrance, Hall number 7, Al Nahda, Dubai, UAE. Call 055 741 5618. Today, I'm going to speak about assurance in uncertainties. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ അനിശ്ചിതാവസ്ഥയിലുള്ള ദൈവികമായ ഉറപ്പിനെ കുറിച്ചാണ്. Hallelujah. Hallelujah. All of us, we will have to go through some uncertain
times and seasons in our lives. നമ്മൾ എല്ലാവരും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം അനിശ്ചിതാവസ്ഥയുടെ കാലങ്ങളിലൂടെ സമയങ്ങളിലൂടെ ഒക്കെ കടന്നുപോയിട്ടുള്ളവരാണ്. Nothing is moving, nothing is coming, no breakthrough is seen. We don't know where to turn. We don't know what to decide upon. ഒന്നും തന്നെ കാര്യങ്ങൾ നടക്കുന്നില്ല, കാര്യങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് വരുന്നില്ല, എങ്ങോട്ട് പോകണമെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല, ഏത് വഴികൾ തിരഞ്ഞെടുക്കണമെന്ന് അറിയാൻ സാധിക്കാത്ത അനിശ്ചിതാവസ്ഥകൾ നമ്മുടെ മുൻപിൽ ഉണ്ടാകാറുണ്ട്. Sometimes we use our prayer diary and we write down things in it. Very quickly we receive answers. Some other times it seems delay of eternity. ചില സമയങ്ങളിൽ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള പ്രെയർ ഡയറിയിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതേണ്ട സ്ഥലത്ത് എഴുതി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ചില വിഷയങ്ങൾക്ക് മറുപടി കിട്ടുന്നു. എന്നാൽ ചില വിഷയങ്ങളാകട്ടെ എത്ര പ്രാർത്ഥിച്ചിട്ടും ആ വിഷയങ്ങൾക്ക് മറുപടി കിട്ടാതെ അത് നീണ്ടു പോവുകയാണ്. And we have 1001 thoughts in our heads. ആ സമയത്ത് നമുക്ക് 1001 ചിന്തകൾ നമ്മുടെ തലയ്ക്കകത്തേക്ക് ഉരുത്തിരിഞ്ഞു വരും. See, I used to get answers very quickly 2 years back, but now it seems that God is silent. മുൻപൊക്കെ വളരെ പെട്ടെന്ന് എനിക്ക് ചോദിക്കുമ്പോൾ തന്നെ ഉത്തരം ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ ദൈവം തമ്പുരാൻ എന്തോ എന്നോട് മിണ്ടാതിരിക്കുകയാണോ? Has God's love for me decreased? ദൈവത്തിന് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോയിരിക്കുകയാണോ? Have I done any sin against God? ദൈവത്തിനെതിരെ ഞാൻ എന്തെങ്കിലും പാപം ചെയ്തത് കൊണ്ടാണോ ഇത് നടക്കാത്തത്? Have I grieved the Holy Spirit? ഞാൻ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടോ? So what is happening? എന്താണ് എനിക്ക് സംഭവിക്കുന്നത്? There can be uncertain periods in our lives. ഓർക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരം അനിശ്ചിതാവസ്ഥയുടെ സമയങ്ങൾ ഉണ്ടായെന്നിരിക്കും. What should we do such times? ആ സമയത്ത് നാം എന്താണ് ചെയ്യേണ്ടത്? I'm going to give you some tips. ഞാൻ നിങ്ങൾക്ക് ചില ടിപ്സ് നൽകാൻ പോകുകയാണ്. When things are uncertain, number 1, cling to his promises. കാര്യങ്ങൾ അനിശ്ചിതാവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ ടിപ്പ് നമ്പർ 1, ദൈവിക വാഗ്ദാനത്തിന്റെ ഉറപ്പുകളിൽ തൂങ്ങിക്കിടക്കുക. God's promises give us assurance. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നമുക്ക് ഉറപ്പ് നൽകുന്നു. For example, a childless couple is praying for a baby. ഉദാഹരണമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. What is your assurance that you will get the answer to your prayers? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും എന്നതിന് എന്താണ് ഉറപ്പുള്ളത്? It is God's promise. അത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. You have to grab, you have to have your grip on the promises of God. അതുകൊണ്ട് ഈ ദൈവിക വാഗ്ദാനങ്ങളിൽ നിങ്ങൾ അതിനെ പിടിച്ചെടുത്ത് അതിനെ നിങ്ങൾ കൈവശമാക്കി എടുക്കുകയാണ് വേണ്ടത്. Matthew chapter 24 and verse number 35. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വചനം. This is the very words of Jesus, and he says, heaven and earth will pass away, but my words will never pass away. ഇത് യേശു ക്രിസ്തുവിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. അതെങ്ങനെയാണ്? ആകാശവും ഭൂമിയും കടന്നുപോകും, മാറിപ്പോകും, എൻ്റെ വചനങ്ങളോ മാറിപ്പോകുകയില്ല. Meaning all the promises, all that Jesus has spoken to us will never change because they are eternal words of the Lord. അതിൻ്റെ അർത്ഥം യേശു കർത്താവ് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒന്നുമേയും മാറിപ്പോകുകയില്ല. കാരണം അത് നിത്യതയിലുള്ള ദൈവത്തിൻ്റെ വചനങ്ങളാണ്. And to give us an assurance, Jesus himself is saying, if you look up, you see heaven. If you look down, you see the earth. And you are living in between. But this heaven and this earth one day will pass away. It will change. A new earth and a new heaven will come. But my words will never pass away. യേശു കർത്താവ് നമ്മുടെ ഉറപ്പിന്മേലുള്ള ഉറപ്പിനെ സാധൂകരിക്കാൻ വേണ്ടി താൻ പറയുന്ന കാര്യം ഇതാണ്. നിങ്ങളുടെ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു ആകാശവും താഴെ ഒരു ഭൂമിയും ഉണ്ട്. അതിന് ഇടയിലാണ് മനുഷ്യരായിട്ടുള്ള നിങ്ങൾ ജീവിക്കുന്നത്. ഈ ആകാശവും ഭൂമിയും മാറുകയില്ലെന്ന് ചിന്തിക്കുന്നത് ഒരു ദിവസം മാറിപ്പോകും. പുതിയ ഒരു ആകാശവും ഭൂമിയും ഉണ്ടാകും. എങ്കിൽ പോലും ഇത് മാറിയാൽ പോലും ദൈവത്തിൻ്റെ വചനങ്ങൾക്ക്, പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾക്ക് ഒരിക്കലും മാറ്റം ഭവിക്കുകയില്ല. On a given day, you are waking up in the morning and
when you look around, nothing seems pleasant. You don't see a direction. It is completely uncertain. What will you do? ഒരു ദിവസം രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ കണ്ണു തുറന്നു നോക്കുമ്പോൾ നിങ്ങൾക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല, ദിശ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ആകെ അനിശ്ചിതാവസ്ഥ നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? Turn to the word of God. ആ സമയത്ത് ദൈവത്തിന്റെ വചനത്തിലേക്കാണ് Because തിരിയേണ്ടത്. the word of God is permanent and eternal. It will never change. കാരണം ദൈവത്തിന്റെ വചനം അത് സ്ഥിരമായിട്ടുള്ളതാണ്, അത് നിത്യമായിട്ടുള്ളതാണ്, അതിനൊരിക്കലും മാറ്റം വരുന്നില്ല. God's words are unchanging. ദൈവത്തിന്റെ വചനങ്ങൾ മാറ്റമില്ലാത്തവയാണ്. Situations will change. സാഹചര്യങ്ങൾക്ക് മാറ്റം ഭവിക്കാം. People will change their word. ഒരുപക്ഷെ ജനങ്ങൾ മനുഷ്യർ തങ്ങളുടെ വാക്കുമാറ്റിയെന്നിരിക്കാം. But the Bible is the eternal word of God. എന്നാൽ ബൈബിൾ എന്നുള്ളത് അത് നിത്യമായ ദൈവത്തിന്റെ വചനമാണ്. 2 Corinthians 9 and verse number 8 says, 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനം പറയുന്നു. and God is able to bless you abundantly, so that in all things at all times, having all that you need, you will abound in every good work. നിങ്ങൾ സകലത്തിലും എപ്പോഴും അഭിവൃദ്ധിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും വർദ്ധിച്ചു വരുവാൻ നിങ്ങളിൽ സകല കൃപയും വർദ്ധിപ്പിക്കുവാൻ ദൈവം ശക്തനാകുന്നു. Hallelujah. ഹല്ലേലൂയ. This is the possibility with your God. ഇത് നിങ്ങളുടെ ദൈവത്തിന്റെ സാധ്യതകളെ കുറിച്ചാണ് ഈ പറയുന്നത്. And if you can explore that possibility, that much you will experience riches in your life. ഓർക്കുക, ഈ സാധ്യതകളെ നിങ്ങൾ ഉപയോഗിക്കുവാൻ വേണ്ടി തീരുമാനിച്ചാൽ ഈ സാധ്യതകൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാനായി സാധിക്കും. Because God is able. കാരണം ദൈവം ശക്തനാണ്. He is able to bless you abundantly. അഭിവൃദ്ധി അതിശക്തമായി നിങ്ങളെ അനുഗ്രഹിക്കുവാൻ അവൻ മതിയായവനാണ്. Now 2 Corinthians 8 and verse number 9 ഇനി says, 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം തന്നെ 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം പറയുന്നു, for you know the grace of our Lord Jesus Christ, that though he was rich, yet for your sake he became poor, so that you through his poverty might become rich. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന അവന്റെ കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. If somebody should get something, some other person should sacrifice something. ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു കാര്യം ലഭ്യമാകണമെങ്കിൽ മറ്റൊരു വ്യക്തി അതിനുവേണ്ടി ത്യാഗം ചെയ്യേണ്ടതായി വരും. Here, for us to be blessed, Jesus made a great sacrifice. നാം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ കാരണം യേശുക്രിസ്തു നമുക്ക് വേണ്ടി ത്യാഗം ചെയ്തത് നിമിത്തമാണ്. He is the richest person. അവനാണ് ഏറ്റവും ധനാഢ്യനായ But വ്യക്തി. he set aside all his riches and he came in the form of a poor man so that we can become rich physically, materially and spiritually. എന്നാൽ നോക്കുക, ധനാഢ്യനായ യേശുക്രിസ്തു തന്റെ സമ്പന്നത മുഴുവൻ മാറ്റിവെച്ച് ഈ ഭൂമിയിലേക്ക് ഒരു ദരിദ്ര മനോഭാവം എടുത്തതുകൊണ്ട് സംഭവിച്ചത് നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായിട്ടും ഭൗതികമായിട്ടും ശാരീരികമായിട്ടുള്ള എല്ലാ മേഖലകളിലും നമ്മെ ആ ത്യാഗം മുഖേന സമ്പന്നരാക്കി തീർത്തിരിക്കുകയാണ്. Romans chapter number 8. റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം. I'm going to give you two verses, 31 and 32. അതിൽ 2 വചനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് നൽകാനായി പോകുന്നത്. അതിന്റെ Wonderful verses. 31, 32 വചനങ്ങൾ വളരെ അത്ഭുതകരമായ വചനങ്ങൾ. What then shall we say in response to these things? If God is for us, who can be against us? ഇത് സംബന്ധിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമുക്ക് അനുകൂലമാകുന്നുവെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? Brothers, sisters, look at me. സഹോദരന്മാരെ സഹോദരിമാരെ ദയവായി എന്നെ ശ്രദ്ധിച്ചാലും. Today, when you look around, you think that some people are against you. ഇന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ചുറ്റുപാടിലേക്ക് നോക്കിയാൽ ചില ആളുകൾ നിങ്ങൾക്ക് എതിരാണ് എന്ന് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. Brother, my senior officer is against me. ബ്രദർ, എന്റെ സീനിയർ ഓഫീസർ എനിക്ക് എതിരാണ്. Some of my team members are against me. എന്റെ ടീം മെമ്പേഴ്സ് ചില ആളുകൾക്ക് എന്നോട് എതിർപ്പുണ്ട്. Even some of my brothers are against me. എന്തിനാ, എന്റെ രക്ത സഹോദരന്മാർ ചിലർക്ക് എന്നോട് വിരോധമുണ്ട്. My own family members are against എന്റെ me. കുടുംബത്തിലെ അംഗങ്ങൾക്ക് എന്നോട് വിരോധമുണ്ട്.
But God is asking you a question. എന്നാൽ ദൈവം ഇവിടെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. Hello, look at me. ഹലോ, ദയവായി ശ്രദ്ധിക്കാമോ? If God is for you, who can be against you? അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം നമുക്ക് അനുകൂലമാകുന്നുവെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? Lift your right hand. നിങ്ങളുടെ വലത്തെ കൈ ഉയർത്തിയാലും Ask this question. If God is for me, who can be against me? എന്നിട്ട് ഉറക്കെ ആ കൈ ഒന്ന് ചുരുട്ടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഉറക്കെ പറഞ്ഞാൽ, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലം ആരാണ്? You know, the people you think who are against you are against you only temporarily. നിങ്ങൾക്ക് എതിര് എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ടല്ലോ, ആ വ്യക്തികൾ നിങ്ങൾക്കെതിരായി നിൽക്കുന്നത് താൽക്കാലിക കാലത്തേക്ക് മാത്രമാണ്. Can you say amen? എത്ര പേർ ആമേൻ പറയും? If you are serving the one true God, no one can stand against you always. ഓർക്കുക, നിങ്ങൾ സത്യ ദൈവത്തെ സേവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആർക്കും എല്ലാ കാലത്തും നിങ്ങളോട് എതിർത്ത് നിൽക്കാൻ സാധ്യമല്ല. Why? Because God is on your side. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദൈവം നിങ്ങളുടെ പക്ഷത്താണ്. Can you shout hallelujah? വിശ്വാസമുള്ളവരുടെ ഒരു ഹല്ലേലൂയ ഉറക്കെ കേൾക്കട്ടെ. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് കോൺഫറൻസ് കൊച്ചിയിൽ വെച്ച്, കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു. ദാറ്റ് വാസ് അമേസിങ്. നമ്മുടെ ഹിസ്റ്ററിയിൽ തന്നെ ഇതുവരെ നടത്തപ്പെട്ട ഏറ്റവും വലുതും വളരെ ഫ്രൂട്ട് ബെയറിംഗ് ആയിട്ടുള്ള ഒരു കോൺഫറൻസ് ആയിരുന്നു. തുടർന്നുള്ള മാസങ്ങളിൽ റീജിയണൽ ആയി പല റീജിയനുകളെ, കേരളത്തെ 3-4 റീജിയനുകളായി തിരിച്ച് റീജിയണൽ യൂത്ത് കോൺഫറൻസുകൾ നടക്കാൻ പോകുകയാണ്. അതിലേക്ക് യുവജനങ്ങളെ ഇപ്പോഴേ, എല്ലാ യുവാക്കന്മാരെയും യുവതികളെയും ഇപ്പോഴേ തയ്യാറാകാൻ വേണ്ടി ഞാൻ ആഹ്വാനം ചെയ്യാം. സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ഓരോ റീജിയൻ്റെയും ആ ഡേറ്റ് നോക്കി നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ളത് അല്ലെങ്കിൽ താല്പര്യമുള്ളത്, ആ റീജിയനിൽ വന്ന് ഈ യുവജന കോൺഫറൻസിൽ പങ്കെടുക്കുക. ഐ ബിലീവ് ഇറ്റ് വിൽ ഹാവ് എ ഗ്രേറ്റ് ഇമ്പാക്റ്റ് ഓൺ യുവർ ലൈഫ് ആൻഡ് യുവർ ഫ്യൂച്ചർ ആൻഡ് യുവർ ഡെസ്റ്റിനി. ദാറ്റ് വിൽ ബി അമേസിങ്. സോ നിങ്ങളുടെ അടുക്കൽ വന്ന്, ഓരോ യൂത്തിൻ്റെ അടുക്കൽ വന്ന് ഞാൻ പേഴ്സണലായി ഇൻവൈറ്റ് ചെയ്യുകയാണ്. ദിസ് ഈസ് ഗോയിങ് ടു ചേഞ്ച് യുവർ ലൈഫ്. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ ടീൻസ് ആൻഡ് യൂത്ത് കോൺഫറൻസ്. കേരളത്തിലെ 4 പട്ടണങ്ങളിലായി. സെപ്റ്റംബർ 12 തിരുവനന്തപുരം പാണക്കാട് ഹാൾ, സെപ്റ്റംബർ 19 തിരുവല്ല ലയൺസ് ക്ലബ് ഹാൾ, ഒക്ടോബർ 10 എറണാകുളം കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ, നവംബർ 10 കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ. Worship sessions, Bible classes, leadership trainings, games and more. For registration and more details, 0484 422 171. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഈ സമയത്ത്, ഈ പ്രാർത്ഥനാ സമയത്ത് കർത്താവ് ഓരോരുത്തരെയും തൊട്ട് അനുഗ്രഹിക്കണമേ. കർത്താവ് വിശ്വസിച്ചാൽ അങ്ങയുടെ മഹത്വം കാണും എന്നുള്ള വചനപ്രകാരം കർത്താവ് നിൻ്റെ മഹത്വം ഒന്ന് മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നട്ടലിൻ്റെ വേദന യേശു കർത്താവ് സൗഖ്യമാക്കുന്ന, പ്രത്യേകിച്ച് നട്ടലിന് ഭയങ്കരമായ പ്രയാസവുമായി കിടപ്പിലായിരിക്കുന്ന ചില വ്യക്തികളെ യേശു കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ശരീരത്തിലെ ചില ഭാഗങ്ങളിലേക്ക് രക്ത ഓട്ടമില്ലാതെ എവിടെയോ ബ്ലോക്കായി അതിനാൽ പ്രയാസം അനുഭവിക്കുന്ന ചിലർ ഇന്ന് ഇപ്പോൾ വിടുതൽ പ്രാപിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ക്യാൻസർ രോഗം സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. പ്രത്യേകിച്ച് ബ്ലഡ് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാൽമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഡയബറ്റീസ് സൗഖ്യമാകട്ടെ.
കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവിക വിടുതൽ കർത്താവെ നീ കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയുന്നു. ശരീരത്തിലുള്ള ചർമ്മത്തിൽ, ത്വക്കിൽ കളർ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. അതുപോലെ വയറിൻ്റെ അകത്തുള്ള ചില തകരാറുകളെ കർത്താവ് സൗഖ്യമാക്കുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വിവിധ രോഗങ്ങൾ സൗഖ്യമാകുന്നതിനാൽ നന്ദി പറയുന്നു. ഹെപ്പറ്റൈറ്റിസ് സി എന്ന രോഗം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. സൊറായസിസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കിഡ്നികളുടെ തകരാറുകൾ, വൃക്കകൾ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ കിഡ്നിയിലുള്ള കല്ല്, കിഡ്നിയിൽക്കകത്തുള്ള സിസ്റ്റുകൾ എന്താണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലും സൗഖ്യം കർത്താവ് നീ കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയും. ഇൻ ജീസസ് നെയിം. ആർത്രൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ, സന്ധിവാതം സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ ശരീരത്തിൽ നിന്ന് പ്രോട്ടീൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതിൽ ക്രോമോസോം നോട് അനുബന്ധിച്ചുള്ള ചില തകരാറുകൾ കർത്താവ് സൗഖ്യമാക്കും. കർത്താവെ നീ ഓരോരുത്തരെയും വിടുവിച്ച് സൗഖ്യമാക്കി നടത്തുന്നതിനാൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്. കർത്താവിന് ചെയ്തതിനാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടതിന് നന്ദി പറയുന്നു. ഈ ആഴ്ചയിലെ നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത് കാലിഫോർണിയയിൽ സാന്റിയാഗോയിലാണ്. വെള്ളി, ശനി, ഞായർ. നാളെ, മറ്റന്നാൾ, അതിൻ്റെ പിറ്റേ ദിവസം. സ്ക്രീനിൽ അതിൻ്റെ വ്യക്തമായ വിവരങ്ങളുണ്ട്. അത് നോക്കി എത്തിച്ചേരാവുന്ന എല്ലാവരും വന്നെത്തണം. ആ 3 ദിവസങ്ങൾ വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായി മാറി. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.